നമസ്കാരം. തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത IB ഉദ്യോഗസ്ഥയുടെ കേസ് ഇതിപ്പോൾ മറ്റന്നാൾ ഏപ്രിൽ 24 ആകുമ്പോൾ ഒരു മാസം തികയുകയാണ്. ഈ ഒരു കേസ് ഉദ്യോഗസ്ഥയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ട് ഒരു മാസം പിന്നിടുമ്പോഴും ഇതുവരെയായിട്ടും അന്വേഷണം എവിടെ എത്തിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. കൃത്യമായി തന്നെ തുടക്കം മുതൽ ആരോപണ വിധേയനായിട്ടുള്ള സുഹൃത്തായിട്ടുള്ള IB ഉദ്യോഗസ്ഥൻ സുഗാന്ത് ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. ഇതുവരെയായിട്ടും കേരള പോലീസിനും അതുപോലെ തന്നെ ഇന്ത്യയിലുടനീളം അന്വേഷണ ഏജൻസികളുള്ള IBക്കും ഇതുവരെയായിട്ടും സുഗാന്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് തന്നെ നമുക്ക് അത്ഭുതം തോന്നുകയാണ്. ഏതായാലും ഇപ്പോൾ ഇന്നൊരു നടപടി എടുത്തിട്ടുണ്ട്. സുഗാന്തിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ്. വകുപ്പ് തല അന്വേഷണങ്ങളൊക്കെ നടത്തി കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുഗാന്തിനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഏതായാലും ഒരു മാസം എടുത്തു ജോലിയിൽ നിന്ന് പുറത്താക്കാൻ. മാത്രമല്ല, ഈസ്റ്റർ ദിനത്തിൽ സുഗാന്തിന്റെ വീട്ടിൽ കേരള പോലീസ്, ഇവിടെ പേട്ട പോലീസും അതുപോലെ തന്നെ ചങ്ങരകുളം പോലീസ് സ്റ്റേഷന്റെ കീഴിലാണ് അവിടെ വരുന്നത്. അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് വീട്ടിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ചില നിർണായകമായിട്ടുള്ള ഹാർഡ് ഡിസ്കും അതുപോലെ തന്നെ പാസ്ബുക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതും കേസിൽ നിർണായകമാകുമെന്നാണ് പറയുന്നത്. ഏതായാലും ഇത്രയും നീണ്ടുപോയി, ഒരു മാസം പിന്നിട്ടിട്ടും ഇതിങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് തന്നെ വേണം നമുക്ക് പറയാനല്ലേ. വളരെ വ്യക്തമായിട്ട് പറയാം, സുഗാന്തിനെ സഹായിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഏത് പോലീസുകാരും, അതിപ്പോൾ പേട്ട പോലീസാണോ അതോ ഇയാളുമായി ബന്ധമുള്ള ഏതെങ്കിലും പോലീസുകാരനാണോ അതോ ഒരു കൂട്ടം ആളുകളാണോ എന്ന കാര്യത്തിൽ മാത്രമേ വ്യക്തതയില്ല. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ 28 ദിവസം കഴിഞ്ഞു. ഈ 28 ദിവസം കൊണ്ട് ഒരു കുടുംബമാണ് ഒളിവിൽ പോയിരിക്കുന്നത്, ഒരു വ്യക്തിയല്ല, ഒരു കുടുംബമാണ് ഒളിവിൽ പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്രയും സാങ്കേതിക വിദ്യയും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോലീസായിട്ടുള്ള കേരള പോലീസിന് ഈ ഒരു കുടുംബത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഇയാളെ പിടികൂടാൻ സാധിക്കുന്നില്ല, ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ആര് വിശ്വസിക്കും ഇക്കാലത്ത്? അങ്ങനെ ഒളിവിൽ പോകാനായി അത്രയും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഫാമിലിയാണോ ഇവർ? അതാണ് മറ്റൊരു സംശയം. പ്രത്യേകിച്ച് നല്ലൊരു മേഖലയിൽ ജോലി ചെയ്തുകൊണ്ട്, പ്രൊഫഷണൽ ഓഫീസറായിരുന്നു, ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ ഒരു മരണത്തിന് കാരണക്കാരനായി മാറി. അതിൽ കുടുംബമടക്കം എന്തിനും ഭയന്ന് ഒളിവിൽ പോകണം. അപ്പോൾ ഇതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. അതല്ലെങ്കിൽ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ, എന്തൊക്കെയോ മറച്ചു പിടിക്കാനായി ചിലർ ശ്രമിക്കുന്നു എന്ന് വേണം പറയാൻ. ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ IBയിൽ പ്രൊബേഷൻ ഉദ്യോഗസ്ഥനായിരുന്നു ഇയാൾ, അതുപോലെ തന്നെയായിരുന്നു മേഘയും. പ്രൊബേഷൻ കാലയളവിൽ വെച്ച് അവരുടെ അച്ചടക്ക മര്യാദ ലംഘിക്കുന്ന പരിപാടികൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മറ്റ് നിയമ തടസ്സങ്ങളൊന്നും തന്നെയില്ല ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാനായി. അല്ല എന്നുണ്ടെങ്കിൽ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാനും പിരിച്ചുവിടാനുമായിട്ട് കുറച്ച് നൂലാമാലകളുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള നൂലാമാലകളൊന്നും തന്നെയില്ല. അതുകൊണ്ടാണ് പ്രൊബേഷൻ സമയത്ത് വളരെ നല്ല കുട്ടിയായിട്ട് ജോലി നോക്കണമെന്ന് എല്ലാവരും പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവന് 8 മാസം കൊണ്ട് ഈ പെൺകുട്ടിയുടെ പണം മുഴുവൻ അപഹരിച്ചു. അതിനുശേഷം അച്ഛൻ തന്നെ അന്ന് പറഞ്ഞത്, ആ മരണം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞൊരു കാര്യമായിരുന്നു, വെറും 800 രൂപയാണ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. 10,000 ശമ്പളം മേടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ടായിരുന്നത് 800 രൂപ. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് അവൻ മാറ്റി. അപ്പോൾ ഇവന് പിന്നിൽ എന്തോ വലുതായിട്ടുണ്ടെന്ന് തന്നെയാണ് സംശയിക്കുന്നത്. കാരണം ജോലി കയറി ആദ്യം മുതൽ അവസാനം വരെ വശീകരിച്ചും മാനസികമായി ടോർച്ചർ ചെയ്തും പണം തട്ടിയെടുക്കുകയും മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും ഇതൊക്കെ തന്നെ ചെയ്തു. അതിനുശേഷം നൈസായി എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കേസാകും, അകത്താകും എന്ന് കണ്ടപ്പോൾ കോടതിയിൽ മുൻകൂർ ജാമ്യം കൊടുത്തപ്പോൾ പോലും പറഞ്ഞത് പെൺകുട്ടിയുടെ വീട്ടുകാരാണ് എതിർപ്പുണ്ടാക്കിയത്. അവരൊരു ജോത്സ്യനെ കണ്ടു, അതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വീണ്ടും കള്ളങ്ങൾക്ക് മേൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ സംസാരിച്ചൊരു കാര്യമാണ്, ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ കൂട്ടുകാർക്ക് മുന്നിൽ കൊച്ചിയിൽ ഓഫീസിൽ വെച്ചൊരു നാടകം കളിച്ചൊരു കാര്യം പറഞ്ഞായിരുന്നു. അവൾ പോയില്ല, ഇനി ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു നാടകം, ഞാനും ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞൊരു നാടകം കാണിച്ചായിരുന്നു. ഇതൊക്കെ ആൾക്കാരുടെ കണ്ണിപ്പൊടിയുള്ള ഉള്ള ഒരു നമ്പറാണ്. അതിനുശേഷം പോലീസ് വിളിച്ചു, സങ്കടമുള്ള ആള് അന്വേഷണത്തോട് സഹകരിക്കുകയാണ് വേണ്ടത്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കേണ്ടതായിട്ടില്ലല്ലോ, തെളിവുകളുടെ അഭാവത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? വിട്ടയക്കാൻ പറ്റും. ഇപ്പോൾ സുഗാന്ത് ഒളിവിൽ പോവുകയാണെങ്കിൽ സുഗാന്തിന് എന്തോ മറയ്ക്കാനുണ്ട്, സുഗാന്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ളൊരു ചെറുപ്പക്കാരൻ, വളരെ എന്തായിരുന്നാലും നല്ലൊരു വിദ്യാഭ്യാസമുള്ളൊരു ഫാമിലിയാണ്, സാമ്പത്തിക ചുറ്റുപാടുള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ നിയമപരമായിട്ടുള്ള പരിരക്ഷ കൊടുക്കാനായി സാധിക്കും. ആ അച്ഛനമാരോട് തന്നെയാണ് പറയുന്നത്. കാരണം മകനെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കാനാണെന്നുണ്ടെങ്കിൽ നിയമപരമായി സംരക്ഷിക്കാനുള്ള മാർഗ്ഗമുണ്ട്. അവരും ഇപ്പോൾ ഒരു കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. ഒരു പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ തന്നെയാണ് എന്ത് ചെയ്തേക്കുന്നത്, സംരക്ഷിക്കുന്നത്. അവനോടൊപ്പമാണ് ഒളിവിൽ പോയിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ആ വീട്ടുകാർ ഒളിവിൽ പോകുന്നതെന്നാണ്. അപ്പോൾ വീട്ടുകാർക്ക് ഇത് പങ്കുണ്ടോ? വീട്ടുകാരും ഏതെങ്കിലും തരത്തിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ?
ഈ മരണത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? സുഗാന്തുമായി ഫോണിൽ സംസാരിച്ചു എന്ന് പറയുന്നു. സുഗാന്തിൻ്റെ ഫോണിൽ സംസാരിച്ചു എന്നുള്ളതാണ്. സുഗാന്താണോ മറുതലയ്ക്കൽ സംസാരിച്ചത്? അതിൽ ഈ വീട്ടുകാർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ സുഗാന്തിനെ പിടിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗമില്ല. എവിടെ സുഗാന്ത് എന്നുള്ള ചോദ്യം മാത്രമാണ് നിൽക്കുന്നത്. അത് എന്തായിരുന്നാലും രാജ്യം വിട്ടു പോയിട്ടില്ല. രാജ്യം വിട്ടു പോയാൽ എന്തായിരുന്നാലും അറിയാൻ സാധിക്കുമല്ലോ. പാസ്പോർട്ട് ഇല്ലാതെ രാജ്യം വിട്ടു പോകാൻ കഴിയില്ലല്ലോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അഭയം പ്രാപിച്ചേക്കാം. എന്നിരുന്നാൽ പോലും കണ്ടുപിടിക്കാനായി മാർഗങ്ങളുണ്ട്. ഇന്ന് അതല്ല, ഈ മുക്കിലും മൂലയിലൊക്കെ CCTV ക്യാമറ, ഒരു ദൃശ്യം പോലെ, ഒരു ഫോട്ടോ പോലെ എവിടെയും വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ പോലീസ് പറയുന്നുണ്ട് ലുക്കൌട്ട് നോട്ടീസ് ഒക്കെ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതിനിടയിൽ പേട്ട പോലീസുകാരും അവരുടെ ഭാഗത്തു നിന്നും പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ തുടക്കത്തിൽ ഈ സുഗാന്തിന് രക്ഷപ്പെടാനുള്ള ഒരു പഴുത് കിട്ടിയത് എന്ന് പറയുന്നത്. അത് തുടക്കത്തിൽ അങ്ങനെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നായിരുന്നു. ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിനുശേഷമാണ് ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചു എന്ന് പറഞ്ഞിട്ട് സിറ്റി പോലീസ് കമ്മീഷണർ രംഗത്ത് വന്നത്. പുറത്തോട്ടുള്ള കേരളത്തിന് പുറത്തേക്ക് അന്വേഷണം വിപുലീകരിക്കുമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇത്രയും നാൾ അവസരം ഒരുക്കി കൊടുത്തിട്ട് ഏറ്റവും അവസാനം ഒരു കുറ്റസമ്മതം നടത്തിയെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ പിതാവ് DGPയെ കണ്ട് പരാതി സമർപ്പിക്കുന്നു, മുഖ്യമന്ത്രിയെ കണ്ട് പരാതി സമർപ്പിക്കാൻ പോകണമെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ, എന്ത് ചെയ്താലും ഇത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവരുടെ ഭാഗത്തു നിന്നും നിഷ്ക്രിയത്വം സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിലെങ്ങനെയാണ് നീതി കിട്ടുന്നത്? അവർ എന്തിനാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്നുള്ള ചോദ്യമാണ് ഒരു ഭാഗത്ത്. ഇനി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അവരുടെ ഭാഗത്ത് വീഴ്ച പറ്റിയെന്ന് തുറന്ന് സമ്മതിച്ചല്ലോ. ഇങ്ങനൊരു വിഷയം നടന്നിട്ട് അതുപോലെ തന്നെ ആദ്യ ഘട്ടത്തിൽ തന്നെ ആ ചെറുപ്പക്കാരനെ ചോദ്യം ചെയ്യാനോ കസ്റ്റഡി എടുക്കാനോ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നു. കുടുംബത്തിന്റെ പരാതിയുടെ പേരിൽ അറസ്റ്റ് രേഖപ്പെടുത്തായിരുന്നല്ലോ. കുടുംബം പരാതി കൊടുക്കുകയാണ്. ആ ചെറുപ്പക്കാരനാ കാരണം. തെളിവടക്കം ശേഖരിച്ചു കൊടുക്കുന്നതാരാ? പോലീസ് ഉദ്യോഗസ്ഥരല്ല. ഓരോ തെളിവും ശേഖരിക്കുന്നത് ആ പിതാവാണ്. അപ്പോൾ പുള്ളി ഇത്രയധികം തെളിവ് നിരത്തിയിട്ടും പുള്ളി എത്ര പരാതി കൊടുക്കാനോ തയ്യാറായിരുന്നു. സത്യം എന്താണെന്നുള്ളത് പുറത്തു വരണമായിരുന്നു. ഒരുപക്ഷെ ഒരു പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ തന്റെ മകൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളതല്ല, മകളെ വഞ്ചിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്നുള്ളതാണ്. പണം മുഴുവൻ അപഹരിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നുള്ളതാണ് പരാതി. ഗുരുതരമായിട്ടുള്ള വിഷയമാണ് ഇത്. ആത്മഹത്യ ചെയ്തു എന്നാണ്, പക്ഷേ ആത്മഹത്യ പ്രേരണ കുറ്റം എന്തായിരുന്നാലും നിലനിൽക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിലേക്ക് നയിക്കാനുള്ള പല സാഹചര്യങ്ങളും ഇയാൾ ചെയ്തിട്ടുണ്ട്. മാനസികമായോ അല്ലാതെയോ ഒക്കെ തന്നെ നടത്തിയിട്ടുള്ള ടോർച്ചർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അബോർട്ട് ചെയ്തിട്ടുള്ള വിവരങ്ങൾ, ഇതൊക്കെ തന്നെ പുറത്തു വന്നതാണ്. ഈ തെളിവുകൾ മാത്രം പോരെ പോലീസിനെന്നാണ് ചോദിക്കുന്നത്. ഇത്രയും പുരോഗമിച്ച അന്വേഷണ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും ഇതൊന്നും വലിയ വിഷയമായിട്ട് കാണുന്നില്ലേ പോലീസ്? അതോ ഒരുപാട് കേസുകൾ ഉള്ളതുകൊണ്ട് അതുപോലൊരു കേസ് ആയതുകൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ചാണ്. മാധ്യമ ശ്രദ്ധ കിട്ടുമ്പോൾ മാത്രമാണ് പോലീസിന് ഊർജ്ജം വരുന്നത്. അല്ലാത്ത പക്ഷം മറ്റ് കേസുകളിലൊക്കെ തന്നെ ഒരു ഉദാസീനത ഉണ്ടെന്നാണ് പറയുന്നത്. മാധ്യമ ശ്രദ്ധ കിട്ടിയിട്ട് പോലും ഈ കേസ് ഇങ്ങനെയാണ്. അപ്പോൾ മറ്റു കേസുകളുടെ കാര്യം എന്തായിരിക്കും? ഇങ്ങനെയാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത്. ഇതിപ്പോ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ പരിഗണിച്ചിട്ടില്ല. അന്ന് ഇതുപോലെ കോടതിയും തിരിച്ചു ചോദിച്ചിരുന്നു, കൂടെ താമസിക്കാൻ വരെ തയ്യാറായിട്ടുള്ള പെൺകുട്ടിയുടെ മരണത്തിൽ തനിക്കൊരു പങ്കില്ല എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലീസിനോട് മറുപടി നൽകാനാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇത്ര ദിവസമായിട്ട് പോലീസ് മറുപടി നൽകിയിട്ടില്ല. പക്ഷെ ഇന്ന് മറുപടി നൽകും, അതിനുശേഷമായിരിക്കും അത് പരിഗണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തിടുക്കപ്പെട്ട് വീട് കുത്തി തുറന്ന് ഹാർഡ് ഡിസ്കുകളും കുറച്ച് പാസ്ബുക്കുകളൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അത് കൊണ്ടുപോയിട്ട് എന്താണ് പ്രയോജനം എന്നുള്ളതാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഹാർഡ് ഡിസ്കിൽ നിർണായകമായ വിവരങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത്. ഹാർഡ് ഡിസ്കിൽ എങ്ങനെ നിർണായകമായ വിവരങ്ങൾ കിട്ടുമെന്നുള്ളത് ഇപ്പോഴും ഒരു തീരാ സംശയമാണ്. ഈ നാട് വിട്ട് പോയവരെ കുറിച്ച് അവരെ വീട്ടിൽ പോയി കുത്തി തുറന്ന് അന്വേഷണം നടത്തി. അവർ വലിയ ഗുണ്ടാ സംഘങ്ങളോ ക്രിമിനൽ സംഘങ്ങളോ കൊലപാതകികളോ ഒന്നും അല്ലല്ലോ. ഇത് അവർ നടത്തിയ തട്ടിപ്പ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. തെളിവും കൊടുത്തതാണ്. അപ്പോൾ അതിന് പിറകെ പോകാതെ മറ്റു തരത്തിലുള്ള കുറച്ച് വാർത്ത ഉണ്ടാക്കാനുള്ള ഒരു പബ്ലിക് സ്റ്റണ്ട് മാത്രമാണോ ഇപ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളൊരു സംശയവും ഉയരുന്നുണ്ട്. എന്തായിരുന്നാലും ഒന്നുകിൽ കേരളത്തിനുള്ളിൽ എവിടെയോ സുരക്ഷിതമായിരിക്കുന്നുണ്ട്. കേരളത്തിനുള്ളിലാണെങ്കിൽ അതിനുള്ള സഹായം പോലീസ് സേനയുടെ ഭാഗത്തു നിന്നും ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ അത് പോലീസിന് മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ. പോലീസ് കുറച്ചുകൂടി ആക്റ്റീവായി നിന്നാൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ വസ്തുത പുറത്തു വരികയുള്ളൂ. ഇതല്ലാതെ തന്നെ ഫോണിലെ രേഖകൾ വീണ്ടെടുത്തുകൊണ്ട് ഇവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ റിട്രീവ് ചെയ്തുകൊണ്ട് മറ്റുമൊക്കെ നിരവധി കാര്യങ്ങൾ കണ്ടെത്താനായി സാധിക്കും. ഇപ്പം വാട്സപ്പുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഫോൺ നശിച്ചുപോയി, സിം കാർഡ് നിലവിലില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞ് വാട്സപ്പിന് നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ, ഫേസ്ബുക്കിനെയോ വാട്സപ്പിനെയോ സമീപിച്ചു കഴിഞ്ഞാൽ ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യാനുള്ള ആക്സസ് ചെയ്യാനുള്ളൊരു മാർഗ്ഗമുണ്ട്. ഈ പർപ്പസിനാണെങ്കിൽ മാത്രം അങ്ങനെ ഡേറ്റ എടുത്ത് നമുക്ക് ദിലീപിൻ്റെ കേസിലൊക്കെ അറിയാവുന്നതാണ്. പോയ പല ഡേറ്റകളും നമുക്ക് വീണ്ടെടുക്കാനായി പിന്നീട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള അന്വേഷണ പാടവമുള്ള പോലീസാണ് കേരള പോലീസ്. അതിനുള്ള സാഹചര്യങ്ങളുള്ള ഒരു മേഖലയാണ് നമ്മുടെ ഇപ്പോഴത്തെ ശാസ്ത്ര സാങ്കേതിക മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉണ്ടായിട്ട് പോലും ഇപ്പോൾ തെളിവുകളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണ്.
എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഫോണാണ്. ഇതിനകത്ത് എല്ലാവിധ കാര്യങ്ങളും ഉണ്ട്. നമ്മൾ എത്രയൊക്കെ മറയ്ക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു ചെറിയ സാധനം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോണിലുണ്ടായിരിക്കും. അതുകൊണ്ട് കണ്ടെത്തുക എന്ന് പറയുന്നത് മുൻപത്തെ പോലീസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം കുറച്ചുകൂടി എളുപ്പമായി മാറുകയാണ് സാങ്കേതികവിദ്യയുടെ ഒരു ഇതുള്ളത് കൊണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള, നേരത്തെ കൃഷ്ണേന്ദ് പറഞ്ഞതുപോലെ തന്നെ 100 കണക്കിന് ക്യാമറകളുള്ള ക്യാമറകൾ കണ്ണു വീഴ്ചിരിക്കുന്ന കേരളത്തിൽ ഈ ഒരു സുഗാന്ത് വളരെ എളുപ്പത്തിൽ രക്ഷപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ അത് ആരുടെ പിഴവാണ്? അതാണ് ഇവിടെ വ്യക്തമാക്കേണ്ടത്. ഇനി എന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണാം.